ഗുഡ് മോർണിംഗ് അമ്മ. മിക്കവാറും ആ കാന്താരി എണീച്ച് കാണൂലല്ലേ? നീ ഒന്ന് നോക്കിയായിരുന്നാ? நடக்காட்டி என்ன தலையாட்டி பொம்மை போல மாத்தி புட்ட ஒரு படம் காட்டி உசுர வாங்கி போட்ட குறுக்கு சிறுத்த கொலகாரி ரசிக்க வாயண்டி. അവളെന്തായാലും അവൾ വന്ന് എണീപ്പിക്കാതെ അവളെ എണീക്കിട്ടമ്മ. അമ്മ ഞാൻ വന്നു. ജിമ്മിനെവിടെ? നീ വരാളെ അവളെ എണീച്ച ഏതെങ്കിലും ഒരു ചരിത്രം ഉണ്ടാ? അവളിപ്പോഴും ഉറങ്ങുക. ഞാൻ പോയി ഉണർത്തിയിട്ട് വരാം അമ്മെങ്കിൽ. പെണ്ണെ നിനക്ക് വട്ടാണ്. രാവിലെ എന്നെ വെള്ളം ഒഴിച്ചോളൂ എണീപ്പിക്കേ. നിനക്ക് എന്നെ വിളിച്ചാൽ പോരെ, ഞാൻ എണീക്കൂലേ? വിളിച്ചാൽ എണീക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഒരു ഫണ്ണുള്ളൂ. നീ എൻ്റെ ചേട്ടനെ കാണാൻ വന്നാൽ ചേട്ടനെ കണ്ടിട്ട് പോകണം. ചുമ്മാ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നീ പറഞ്ഞ എന്തായാലും സത്യമാണെങ്കിൽ എനിക്ക് ഫീലായി കേട്ടാ. അത് കുഴപ്പമില്ല, ആവട്ടെ. எதிரே நிற்கும் இமயம் நீயலா என்னை நானே பார்த்துக் கொள்ள கிடைத்தாயே நீயும் இங்கே அதனாலே தானோ உன்னில் தனி பாசம். അമ്മ ഞങ്ങൾ പോണേ. മക്കളെ കഴിച്ചിട്ട് പോടാ. ഇപ്പം തന്നെ ലേറ്റായി അമ്മ. ഇവൾ സ്വയം കഴിക്കില്ല, എന്നെ കഴിക്കാൻ ശ്രമിക്കില്ല. ശരി, എനിക്ക് സൂക്ഷിച്ച് പോ. നീ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് എപ്പോൾ ഇഷ്ടമാണെന്ന് പറയും? ഞാൻ എന്തോന്ന് ചെയ്യാൻ? നിൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടാറ് പോലുമില്ല. പിന്നെ അങ്ങനെ എടി നോക്കടി. ഹലോ ജിമിൻ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു നിൻ്റെ അടുത്ത്. എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പക്ഷേ നിനക്ക് ആലോചിക്കാമല്ലോ അതിനെക്കുറിച്ച്. എനിക്ക് ആലോചിക്കേണ്ട കാര്യം. വാതേ പോവാം. എടി നീ എന്താ എക്സ് പറയാത്തേ? എടി എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എനിക്ക് ഒരു ഫീൽ അവൻ്റെ അടുത്ത് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എസ് പറഞ്ഞില്ല. എടി അപ്പം നിനക്ക് എങ്ങനത്തെ പോയതിനെ ഇഷ്ടം? ഹി മസ്റ്റ് ബി സോ മാൻലി ആൻഡ് ഐ ഹാവ് ടു ഫെൽ ഇൻ ലവ് വിത്ത് ഹിം ഇൻ ഫസ്റ്റ് സൈറ്റ്. എന്തോന്നായാലും ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ആലോചിക്കാം. ജിമ്മിൻ, അവിടെ എന്താടി ഇത്രയും ആൾക്കൂട്ടം? എന്തു പറ്റി? ഞാനും നിൻ്റെ കൂടെ വരണമെങ്കിൽ എനിക്കങ്ങനെ അറിയാം. വാ, തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തോന്ന്. എന്താടി ഒരു കള്ളലക്ഷണം? അവൻ നിന്നെ നോക്കുന്നു, നീ ഷൈയാവുന്നു. പറ മക്കളെ, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാണോ എന്നൊരു സംശയം. എൻ്റെ പൊന്നുമോളെ, അവൻ്റെ അടുത്താ. എടി എടി തോ അവൻ വരണിങ്ങോട്ട്. ഹലോ, എന്താ പേര്? ജിമിൻ. എന്താ? ക്യൂട്ട് നെയിം ആൻഡ് യു ലുക്ക് ബ്യൂട്ടിഫുൾ. ഐ ലവ് യു. ലവ് യു? ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ കണ്ട? സോ വാട്ട്, മേ ബി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പം ശരി, ബൈ. ഏയ് അങ്ങനെ പോയാലോ? എൻ്റെ ആൻസർ അറിയണ്ടേ? എന്തായാലും ഞാൻ ആയിരിക്കും, അതുകൊണ്ട് അറിയണ്ട. പിന്നെ പിന്നെ ഒരു കാര്യം പറയാം. ഞാൻ യെസ് പറയണമെങ്കിൽ എന്നെ ഇമ്പ്രസ് ചെയ്താലേ പറ്റുള്ളൂ. ഇമ്പ്രസ് അല്ലേ? ചെയ്താലേ. അപ്പോൾ നമുക്ക് നാളെ മുതൽ, അല്ല ഇന്ന് മുതൽ ഞാൻ നിന്നെ ഇമ്പ്രസ് ചെയ്യും. നോക്കാം. എടി എടി ദോ ജങ്കുക്ക്. അതേലോ. ഹേ ജിമിൻ, ഇവിടെ ഇങ്ങോട്ട് വാ. നീ എന്താ ഇവിടെ? എന്ത് പറ്റി?
അല്ല നിന്നെ ഇമ്പ്രസ് ചെയ്യണ്ടേ, അതുകൊണ്ട്. അതിനെന്തിനാ ഇപ്പോൾ വൈകിട്ട് നിൽക്കണേ? ചുമ്മാ നിന്നെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണ്ടേ? ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം ശരി, ഞാൻ പോണു. അങ്ങനെ ഒന്ന് പോയാലോ? അല്ല, തന്നിട്ട് പോന്ന എനിക്ക് വേണോ? ഒരു മിനിറ്റേ. ഇത് മതിയോ? ഇപ്പോൾ ഓക്കെ ആയാലോ? ഇനി എനിക്ക് പോകാമല്ലോ. ഇനി വീണ്ടും വേണമെങ്കിൽ വന്നാൽ മതിയേ. യുവർ ഹാൻഡ് ഈസ് സോ സോഫ്റ്റ് ബേബി. അയ്യോ, ഇപ്പം ചെറുക്കൻ എന്തോന്നടി ഇത്? നീ അവനെ അടിക്കണം, ഞാൻ വിചാരിച്ചാൽ അവൻ തിരിച്ചടിക്കുന്നു. അവൻ പറയും യുവർ ഹാൻഡ് ഈസ് സോ സോഫ്റ്റ് ആണ്, നീ ഷൈ ആവണം. നിനക്കതങ്ങ് മനസ്സിലാവില്ല, പ്രേമിക്കുന്നവർക്കെ മനസ്സിലാവും. ആര് പറഞ്ഞു ഞാനും പ്രേമിക്കണുണ്ട് നിൻ്റെ ചേട്ടനെ? ഓ ആ അൺറൊമാൻറ്റിക് മൂരാച്ചിനെ പ്രേമിച്ചാൽ നിനക്കിതൊന്നും മനസ്സിലാവില്ല മോളെ. എൻ്റെ ചേട്ടനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല. അല്ലെങ്കിൽ അങ്ങേര് അൺറൊമാൻറ്റിക് മൂരാച്ചി പാട്ടി. എൻ്റെ ഫീലിങ്സ് എന്തോ നീയോടി ഞാൻ. ജിമിൻ, നിൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണമെന്ന്. അതെങ്ങനെ കേൾക്കണ്ടേ പറഞ്ഞ? അയ്യോ ജിമിൻ, എന്ത് പറ്റിയത് എനിക്ക്? ഇത്രയും മുറിവ് കളിച്ചതാണല്ലേ? നീ എന്നെ മുതൽ കളിക്കണം, ഞാൻ മാനേജ് ചെയ്യാം. നീ കൂടുതലുണ്ടാക്കണ്ട. അവളെ ബോയ് ഫ്രണ്ട് ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ട് നീ കൂടുതൽ അവൾക്ക് ബാൻഡേജ് വയ്ക്കാൻ പോകണ്ട. ഞാൻ വച്ചു കൊടുത്തോളാം. ഓക്കെ, പോ ഇവിടെ നിന്ന്. എന്ന് മുതൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആയത്? ഞാൻ എസ് പറഞ്ഞില്ലല്ലോ. നീ എസ് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ ഇത്രയും മുറിവ് അത് കളിക്കണേൻ്റെ ഇടയിൽ പറ്റിയതാണ്. അതിന് നിൻ്റെ കണ്ണെൻ തന്നെ നിറയണേ. പിന്നെ നിനക്ക് മുറിവ് പറ്റിയ എനിക്ക് വിഷമം എന്ത് പറ്റിയാന്തോ അങ്ങനെ. ഓ ലവാ, കെയറിങ്ങാ? പെണ്ണെ മിണ്ടാതിരുന്നു പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഇതും ഉണ്ടാക്കി ഇറങ്ങിക്കോളൂ. ജഗു പയ്യെ മരുന്നു, എനിക്ക് വേദനിക്കുന്നുണ്ട്. ജഗു, ഐ ലവ് യു. വാട്ട് യു മീൻ? യു ലവ് മീ? ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തുവാ? അപ്പോൾ ഞാനതങ്ങ് തിരിച്ചെടുക്കാം. ഓക്കെ അല്ല നീ? അല്ല, നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മുറിവ് പറ്റിയ ആകെ കണ്ണ് നിറയണ എൻ്റെ തേത്തേക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും. വേറെ ആൾക്കും നിറയണ കണ്ടിട്ടില്ല. നിൻ്റെ കണ്ണിൽ നിന്ന് ആ ഒരു ഇത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുതിയൊരു ഫീലായിരുന്നു. ഞാൻ നിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഐ ഫീൽ സോ സേഫ്. ജിമിൻ, ഞാൻ നിനക്ക് ഒന്നുകൂടെ ആലോചിക്കാൻ അവസരം തരാം. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഞാൻ നോർമൽ നിങ്ങളെ കണക്കൊന്നും അല്ല. ഐ എം എ മാഫിയ. അപ്പോൾ എന്നെ കാരണം നിനക്ക് ഒരിക്കലും റീഗ്രറ്റ് ഉണ്ടാവില്ല എൻ്റെ ഭാഗത്തുനിന്ന്. ഐ വിൽ ആൾവേസ് പ്രൊട്ടക്റ്റ് യു ആൻഡ് ഐ വിൽ ബി വിത്ത് യു. ദാറ്റ്സ് വൺ മൈ പ്രോമിസ്. ഇനി നിനക്ക് നിൻ്റെ തീരുമാനം എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, യു ക്യാൻ തിങ്ക് ആൾസോ. ഓ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു മാഫിയാണല്ലേ? സൂപ്പർ. അപ്പോൾ മാഫിയായിട്ടാണ് നീ എന്നെ വളയ്ക്കാൻ വേണ്ടി അതൊക്കെ ചെയ്തത്. എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ചിരി വരുന്നുണ്ട് എപ്പോഴും. ജിമിൻ, ഐ ലവ് യു. പ്ലീസ് അടി യെസ് പറ പ്ലീസ്. അതിനെന്താ, എനിക്ക് നാണമൊന്നുമില്ല. കാരണം അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഇടയിൽ ചെയ്താൽ. അതിന് നീ എന്തിനാ ഇങ്ങനെ നോക്കണേ? എങ്ങനെ നോക്കുന്നേ? തൻ്റെ കൂട്ടുകാരി ഭയങ്കര ബിസിയാണല്ലോ. ഇപ്പോൾ കുറേ നാളായി എൻ്റെ അടുത്തൊന്ന് കണ്ടിട്ട്. ആ ചേട്ടാ കോളേജിൽ ഫങ്ഷൻ, അങ്ങനെ ഡാൻസ് പ്രാക്ടീസ്. ഓ, അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ചേട്ടാ വരാൻ മറക്കല്ല, നാളെയാണ്. മോളെ നമ്മളെ ജിമിന അവൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയേക്കണം. ആൻറ്റി, നിനക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? എനിക്ക് പാട്ടുണ്ട് അവളെ കഴിഞ്ഞാൽ.
നിനക്കൊക്കെ പാട്ട് പാടാൻ അറിയാമോ? അങ്ങനെയും കളിയാക്കണ്ട. ഡാ, അതാരാ പേര്? അത് ജിമ്മിൻ്റെ ചേട്ടനും അമ്മയാ. എൻ്റെ പൊന്നു, ചേട്ടൻ പേടിക്കണ്ട, അവർ പാവമാ. ചേട്ടാ, അതാ പ്രോഗ്രാം തുടങ്ങുന്നു. கட்டி மண்ணில் கொண்டு வாவா ஆலாலா பறந்து செல்லவா வானவில்லை தாண்டவா காற்றிலே தூரம் செல்லவா நீள நீளம் தாண்ட பாலம் செய்யவா மேகமேடையில் ஜோடி சேரவா மின்னல் வெட்டில் ஆடவா ஆலாலா காதல் கொண்டதாலா தூரம் இல்லை அந்த வெண்ணிலா ஆலாலா காதல் கொண்டதாலா இன்பம் இன்பம் கண்ணில் கண்ணிலா சிறு சிறையினில் முழுவது இணையே உனதழகினில் எனதழகினை தீண்டவா வா உயிருலகினில் உயிருரசியாட வா முடிவிலையினை நொடி பொழுதினில் தாண்டவா விண்மீன்கள் தாண்டி கோள்கள் யாவும் தாண்டி தாண்டி வேறொரு பூமி உண்டாக்கலாம் மேகத்தில் மூடி கொண்டு வந்த வெண்ணிலாவை ஊசி தட்டி சுத்தம் செய்து காதல் வானில் ஒட்டிக் கொள்ளலாம் ஆலாலா காதல் கொண்டதாலா தூரம் இல்லை அந்த வெண்ணிலா ஆலாலா காதல் கொண்டதாலா இன்பம் இன்பம் கண்ணில் கண்ணிலா സോ ഹാപ്പി, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? എൻ്റെ പൊന്നു മോളെ, സൂപ്പറായിരുന്നു. ഇനി തര ഇറക്ക്. ഇവിടെ എന്താ നടക്കണേ? ഈ അമ്മ വിചാരിക്കുന്ന നടക്കുന്നല്ല. എനിക്ക് മനസ്സിലായല്ല. അമ്മ അങ്ങോട്ട്. പിന്നെ മരുമോനെ, വീട്ടിലോട്ടും കൊണ്ട് ഇറങ്ങ്. ജിമ്മിൻ കൊണ്ടുവരണേ, അല്ലെങ്കിൽ മോൻ തന്നെ വന്നാൽ മതി. ശരി അമ്മ, വരാം. മരുമോൻ അങ്ങനെയൊക്കെ ആയി. സൂപ്പർ ഗുഡ് ഇംപ്രഷൻ ആയിരുന്നു കേട്ടോ. ഞാനല്ലേ. നമുക്ക് നേരത്തെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അയ്യോ, അതൊരു ബുദ്ധിമുട്ടാവില്ലേ? നമുക്കതങ്ങും വേണ്ട കേട്ടോ. അല്ലെങ്കിലും അമ്മ വീട്ടിലോട്ട് വരാൻ പറഞ്ഞില്ലേ? നീ നാളെ ഫ്രീ അല്ലേ? നാളെ സൺഡേയാ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, വീട്ടിലോട്ട് വാ. ഓക്കെ എങ്കിൽ നാളെ വരാം. നല്ല വിഷമമുണ്ട്. കുറച്ച് വിഷമിക്കണൊക്കെ നല്ലതാ ആരോഗ്യത്തിന്. ബൈ, ലവ് യു. ദൈവമേ, ഈ പെണ്ണിനെ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ അങ്ങ് നിർത്തിയാൽ മതി. ഹലോ ആൻറ്റി. മോൻ വന്നോ? പാടാ, ഇടി മക്കളും ഇടി. ഹായ്. മക്കൾ എന്നെ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിക്കാൻ പറ്റിയൊരു സാധനം.
അല്ലെങ്കിൽ നമ്മളൊക്കെ അത്രയല്ലോ. അച്ഛനും ചേട്ടനോ? അവരവിടെ നിന്ന് എന്തിനാ അന്താരാഷ്ട്രമായിട്ട് ചർച്ച ചെയ്യണം? നിനക്കറിയാലോ, എനിക്കതങ്ങ് മനസ്സിലാവുന്നു. ഓ അറിയാടേ. ഞാൻ എനിക്കിതാ അവരെ പോയി വിളിച്ചിട്ട് വരാം. ജങ്കുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവന് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചോളാം. എൻ്റെ പൊന്നു മതശ്രീ, ഞാൻ പോണു. അച്ഛാ, ചേട്ടാ. എന്തുവാ പെണ്ണെ ഇത്രയും കിടന്നിങ്ങനെ വിളിക്കണത്? നമ്മളിവിടെ തന്നെയുണ്ട്. നിൻ്റെ അച്ഛൻ വയസ്സായില്ല, എനിക്ക് ചെവി കേൾക്കാം. വയസ്സായെന്ന് പറയാൻ പോച്ചാ, എന്നെക്കൊണ്ട് വയസ്സൊന്നും പറയിപ്പിക്കരുത്. പിന്നെ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ മരുമോൻ വന്നിട്ടുണ്ട്, വരൂ കാണാൻ. ഓ, അവൻ വന്നാ? അവന് സത്യം പറഞ്ഞാൽ എനിക്കൊരു അവാർഡ് കൊടുക്കണമെന്ന്. നന്നായി വന്ന്. അതെ, ഈ സാധനത്തിന് എങ്ങനെയെന്തോ അവൻ പ്രേമിച്ചത്. ഇവള് പറയണ അവനാണ് ഇവളെ വളച്ചെന്നാണ്. എങ്ങനെയാണെന്തോ. അയ്യാ, എനിക്കവന് ഇഷ്ടമാണ്, പക്ഷെ അവനാണ് എന്നെ വളച്ചത്, അത് വേറെ കാര്യം. അത് കളങ്ങോട്ട് വാ. ഇതാ വരണ പെണ്ണെ. അച്ഛാ, ഇതാ ജങ്കുക്ക്. പിന്നെ ജങ്കുക്ക്, ഇതെൻ്റെ അച്ഛൻ, പിന്നെ ചേട്ടൻ ജിമിൻ. ഇത് നടക്കൂല. എന്താ അച്ഛാ ഉദ്ദേശിച്ചേ? നിനക്കറിയാമോ ഇല്ലയോ എന്നറിയണ്ട, പക്ഷേ ഇവൻ മാഫിയാണ്. എനിക്കറിയാം, ജങ്കുക്ക് അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത് നടക്കൂല. ബട്ട് അച്ഛാ, ഐ ലവ് ഹിം. ഇത് വേണ്ട ജിമിൻ. അതെ ജിമിൻ, ഇത് വേണ്ട. നിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയണത്. എനിക്കറിയാം നിങ്ങൾക്ക് അവളെ എന്നെ ഏൽപ്പിക്കാൻ പേടിയാണെന്ന്. ബട്ട് ഐ വിൽ പ്രൊട്ടക്റ്റ് ഹെർ. സോറി, എനിക്ക് താല്പര്യമില്ല. അച്ഛ പ്ലീസ്, അച്ഛ പ്ലീസ്, അവൾ സമ്മതിരും പ്ലീസ്. അവൻ പാവോ, മാഫിയാണെങ്കിൽ എന്താ? എന്തോന്നായാലും എൻ്റെ മോളെ ലൈഫ് റിസ്കിലാക്കാൻ എനിക്ക് പറ്റൂല. ബട്ട് പ്ലീസ് ഒന്ന് സമ്മതിര്. അവൾ ആഗ്രഹിച്ചുകൊണ്ടല്ലേ. പ്ലീസ് സമ്മതിര്. ജിനി, സീരിയസ്നെസ് അറിയാതെ സംസാരിക്കരുത്. ഞാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. ढूंढता था एक पल में दिल जिसे 100 दफा है सुबह नाराज उस बिन रूठी शाम दिन खफा वो आए ना ले जाए ना उसकी यादें जो है यहाँ. காதல் ஒரு விழியில் உன்னை காண என் நெஞ்சம் உறையும். காமம் ஒரு விழியில் உன்னை காண என் தேகம் கரையும். காதில் இதழ் வைத்து உன் ஆசை நீ கூறினாலே, பார்வை மழையாலே என் மார்பில் நீ தூரவே. நெருப்பினில் அணிந்திடுவேனா, உன் அழைப்பினில் எரிந்திடுவேனா, சிறகுகள் விரித்திடுவேனா, அந்த வானில் காதல் புரியா. உரசலே உடல்களின் கோடை, உன் விரல் தொட விலகுது ஆடை. இரவிது விரகத்தின் மேடை, அதில் நீயும் நானும் எரியா. நடுமுதுகினில் ஊர்ந்து போகும் உனதொரு விரல் இங்கு நகரும். உன் பயணத்தில் தொலைந்தேன் நானே, என்னை நானே தேடுகிறேன். உனதிதழ்களின் பாதங்கள் என் மேனியில் நீ வைத்து செல்ல, வழி தொடர்ந்திட பார்க்கிறேன். என் இதயத்தில் முடிந்ததே. நெருப்பினில் அணிந்திடுவேனா, உன் அழைப்பினில் எரிந்திடுவேனா, சிறகுகள் விரித்திடுவேனா, அந்த வானில் காதல் புரியா. ബൈ, സൂക്ഷിച്ച് പോയിട്ടാണേ. എനിക്കിന്ന് പോവാൻ വയ്യ. ഞാൻ പോണില്ല ജിമിന, ഞാൻ ഇവിടെ നിന്നോട്ടാ. മര്യാദയ്ക്ക് ഇറങ്ങി പോവാർക്കാ. അവൻ്റെ ഒരു കൊഞ്ചിട്ട് എന്തുവാ ഒരു കിസ് എങ്ങനെ പോവാം.
ലവ് യു. ഇനിയും പോ 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 പോ. ഈ ചെറുക്കൻ പോയില്ലേ? ജങ്കു മര്യാദയ്ക്ക് പോ. അച്ഛനെന്താ ഇവിടെ? മോളെ വാ, തിരിച്ച് വീട്ടിൽ പോ. ഞാൻ വരൂല, ഞാനിപ്പോൾ ജങ്കുക്കിൻ്റെ വൈഫാണ്. നീ വീട്ടിൽ വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു, എനിക്ക് ഓക്കെയാണ്. സത്യത്തിൽ അച്ഛൻ ഓക്കെയാണ്? എങ്കിൽ ഞാൻ വീട്ടിൽ വരാം. ജിമിൻ ഇവള് എവിടെ പോയി? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇതാരാ? ഹലോ, ആരാ? എൻ്റെ ജിമിന് നോ വേ, അവൾ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല. ജിമിൻ, ഞാൻ ദാ വരണം. ജിമിൻ, നീ എവിടെയാ ജിമിൻ? ഞാൻ ഒരിക്കലും അയാൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. പക്ഷെ നീ എവിടെയാ ജിമിൻ? ജങ്കുക്ക് നിനക്ക് എന്താ പറ്റിയ? ജങ്കുക്ക് പ്ലീസ്. അപ്പോൾ ജങ്കുക്ക് അവൻ മരിച്ചു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞാൽ 3 വർഷത്തിൽ കൂടുതലായി. ഓ സോറി, ഞാനതിൽ ഓർമ്മിപ്പിച്ചല്ലേ. മറന്നാലല്ലേ നീ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഹലോ, ആരാണ്? അതെ, ജിമിനാണ്. എന്താ ജങ്കുക്ക്? അത് ജങ്കുക്കല്ല. ഫൈൻ, ഞാൻ വരാം. അവരൊന്നും ചെയ്യരുത്. ഞാൻ വരുന്നത് വരെ അവരൊന്നും ചെയ്യരുത്. ഓ ജിമിൻ, നീ വന്നോ? ഞാൻ വിചാരിച്ചു നീ വരില്ലെന്ന്. സോ സ്വീറ്റ് ഓഫ് യു. നീ എവിടെയാ? വെളിവാ. ജങ്കുക്കിനെ വെറുതെ വിടണം. നീ എന്തിനാ? അവനല്ല ജിമിൻ, എന്നെ രക്ഷയ്ക്ക്. ഇവൻ എന്നെ പിടിച്ചോണ്ട് വന്ന് ഞാൻ നിങ്ങളെന്താ ചെയ്തേ? ഹോ ജിമിൻ, നീ എന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പോയി വേറൊരു പെണ്ണെ പിടിക്കുമെന്ന് വിചാരിച്ചു? ഞാവാ. ഒരു ദിവസത്തേക്കായാലും ഒരു ദിവസത്തേക്ക് നൈറ്റ് എത്തിക്ക് എനിക്ക് നിന്നെ വേണം. സോ എങ്ങനെയാ? നീയായിരുന്നു? നിന്നെ കണ്ടുപിടിക്കാനാണോ ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടത്? ഓ മൈ ഗോഡ്, ഐ ആം ഷെയിം ഓഫ് മൈസെൽഫ് ആൻഡ് വെരി ഗുഡ്. അതെ ജിമിൻ, നമ്മൾ ഇവനെ കണ്ടുപിടിക്കണ ഇത്രയും വർഷം അതിനർത്ഥം നിങ്ങൾക്ക് So you guys were lying with me, right? Come on. നിനക്ക് ഇത്ര കോമൺ സെൻസ് പോലും ഇല്ലേ? ഒരു സെയിം നെയിമിൽ, സെയിം രൂപത്തിൽ, സെയിം ഇതിലൊക്കെ വരുന്ന ഒരാൾ, ഹീസ് റിയലി മൈ ജങ്കുക്ക്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്ലാൻ ആയിരുന്നില്ലേ? ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഓൾ അവർ പ്ലാൻ. കം ഓൺ. സെയിം രൂപത്തിലും സെയിം ഫേസിലും ഒക്കെ ആൾക്കാർ കാണും, സെയിം നെയിമിൽ വരെ കാണും. അത് അന്ന് ഇവൻ കുറച്ച് കൂടുതൽ ജേലസായി നിൻ്റെ മുമ്പിൽ ഫസ്റ്റ് വന്നു പോയതാണ്. ദാറ്റ് മീൻസ് യു ഗൈസ് വെയർ. ഒന്ന് നിർത്തടാ. അപ്പോൾ എങ്ങനെയാ ജങ്കുക്ക്? നമുക്കിവൻ്റെ കഥ കഴിക്കണ്ടേ മോളെ? ഷുവർ. എങ്ങനെയാ അവൻ്റെ കഥ കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ നമ്മൾ പോയാൽ നടക്കുമെന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ഇങ്ങനെ ചോദ്യം? ഐ മിസ് യു ജിമിന.
ഓ അവൾക്കല്ലെങ്കിൽ അവളെ ജോലിയും വല്ല ഇത് ചെയ്താൽ അവൾ അതിൻ്റെ പിറകെ പൊക്കോളും. നമ്മളെന്ന് ഒരു മൈൻഡും കാണൂല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഓ മതിയടി. ഡേയ് നിങ്ങൾ വന്ന് മര്യാദയ്ക്ക് കഴിച്ചാണ് എല്ലാ പിള്ളേരും കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ എന്തോന്നമ്മ, നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയല്ലേ. ഓ വിശേഷം അറിയാൻ വേണ്ടി ഞാൻ യുദ്ധത്തിനല്ലേ പോയത്. മോളെ അവൻ പറയണങ്ങ് മൈൻഡ് ചെയ്യണ്ട. വാ നമുക്ക് കഴിക്കാം. ആ അച്ഛാ വാ കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. അയ്യോ വിശക്കണേ. ഇതെന്തുവാ, ഞാനല്ലേ ഇത്രയും വർഷത്തിന് ശേഷം വന്ന സ്വന്തം മോളെയാണല്ലേ നിങ്ങളെല്ലാവരും നോക്കുന്നത്. കൊള്ളാം, ഞാൻ മിണ്ടൂല. അയ്യോ എൻ്റെ മോർണിംഗ് വാ. കൊള്ളാറോ, നിനക്ക് ഭയങ്കര കുശിപ്പല്ലേ. വൈഫി ഇപ്പം എല്ലാം ഓക്കെ ആയല്ലേ. ഐ എം റിയലി ഹാപ്പി. അതിന് ഐ ലവ് യു. I love it too. Finally.